അപ്പോൾ ഞാൻ അവിടെ വന്നിട്ട് ഒരു കൊല്ലമായി. എൻ്റെ ഹോസ്പിറ്റൽ ജീവിതം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു കൊല്ലാവാന്. ഞാൻ അവിടുന്ന് കുറേ ആൾക്കാരെ കണ്ടു, രോഗങ്ങൾ കണ്ടു, രോഗികളെ കണ്ടു. പിന്നെ ഞാൻ കുറേ പഠിച്ചു കേട്ടോ. എത്ര വെച്ചാൽ പാത്രം മുറാൻ പഠിച്ചു, വിരിക്കാൻ പഠിച്ചു, തുടക്കാൻ പഠിച്ചു. പിന്നെ എത്താപ്പോൾ അങ്ങനെ അല്ലറച്ചി തറ കുറച്ച് പണി കണ്ട് പഠിച്ചു. ഇനിയിപ്പോൾ ഞാൻ കെട്ടിച്ചു വിട്ടാൽ മതി. അങ്ങനെ ആയിക്കണ് ഞാൻ എത്തപ്പ കാട്ടിന്. ഞാൻ ഒറ്റയ്ക്ക് ഒരു ദിവസം എടുത്തതാണിത്. ഇൻസ്റ്റയിൽ നോക്കി പരസ്യം കണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി ചേർന്ന പെരയിലും പാട് പറഞ്ഞില്ല ഞാൻ. എന്നിട്ട് വെച്ച് പെരയിൽ പോയി പറയാറില്ലേ ഇത് നിർത്താണെന്നൊന്നും പറയാൻ പറ്റില്ല. എത്തപ്പാട് നമ്മൾ ക്ഷമിച്ചാ പഠിച്ച എത്താൻ നമ്മൾ ക്ഷമിച്ചാൽ ഇന്ന മകൻ ലുസിരി യുസ്രാന്ന് പറഞ്ഞിരിക്കണേ. നമുക്കൊരു ഇറക്കുണ്ടെങ്കിൽ നമുക്കൊരു കയറ്റം ഉണ്ടാവും. അപ്പോൾ നമ്മൾ മാക്സിമം ക്ഷമിച്ച് നിൽക്കാം. നമുക്കുള്ള നമ്മളെ കയ്യിൽ തന്നെ എത്തും. നമ്മൾ കുറേ അടങ്ങാറായാൽ ലാസ്റ്റ് നമുക്ക് നല്ല ഒരു കാലം വരും ഈ കാലം. ഞാൻ അപ്പോൾ അതൊക്കെ എഴുതി നിൽക്കണം കേട്ടോ. വന്നാൽ മതി ഇനി വരാതെ ഇവിടെ പോവാം. ഇല്ലെങ്കിൽ എത്താട്ടെന്ന് പറയോ നേരെ ഇതൊക്കെ വലിച്ചെറിഞ്ഞാണ് ആ നേരെ കൂലിപ്പണിക്കാണ്ട് പോകും. അല്ലാത്ത മറ്റേ അല്ലെങ്കിൽ ആ ലാസ്റ്റ് വാപ്പാൻ്റെ കടയിലേക്കാണ് പോകും. ഒന്നും നോക്കൂല. നമുക്ക് പൈസ കിട്ടിയാൽ പോരെ, ജീവിച്ചാൽ മതി നമുക്ക്. ഇൻഷാ അല്ലാഹ്. അപ്പം എന്താ വെച്ചാൽ ക്ഷമിക്കുക. ക്ഷമ ഈമാൻ്റെ പൗതിയാണ്.